എത്രത്തോളം മനസ്സിലാവുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ. ആണെങ്കിൽ ഇവിടെ നിന്ന് ഒരു മഴ പെയ്യുന്നൊരു ഫീലേ ഉള്ളൂ നമുക്ക്. ഇങ്ങനെ വ്യൂ ആട്ടോ ഇവിടെ, കിട്ടിലും വ്യൂ ആണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ. ഹലോ ഗൈസ്, ദിസ് ഇസ് അജു സുപ്പി. അപ്പോൾ നമ്മൾ പുതിയൊരു ഡെസ്റ്റിനേഷനിലോട്ടാണ് ഇന്ന് പോകുന്നത്. എവിടെയാണ്? അക്കുറ്റി, കൊല്ലം ജില്ലയിലുള്ള വിളക്കുപാറയിലുള്ള അക്കുറ്റി എന്ന് പറയുന്ന സ്ഥലം. കനാല സംഭവം. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം. ഓൾമോസ്റ്റ് നമ്മുടെ ഭാഗത്തുള്ള കൊളുത്തുപുഴ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും, പ്രത്യേകിച്ച് ചെക്കന്മാർക്കൊക്കെ അറിയായിരിക്കും. പക്ഷെ ഇപ്പൊ പോകുന്നത്, ഞങ്ങൾ ഈ പോകുന്നതല്ല മെയിൻ വഴി. മെയിൻ വഴി 3-4 വേറെ ഉണ്ട്. ഇത് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ RPL എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് അതിന്റെ ഇടയ്ക്കൂടെ പോകുന്നത്. അവിടെ ആകുമ്പോൾ വെയിൽ കുറവുണ്ട്, പിന്നെ അത്യാവശ്യം മോശം റോഡാണ്, വരാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പിന്നെ ഭയങ്കര വെയിലാണല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ പൊതുവെ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം തണലുണ്ട്, പിന്നെ കുറച്ച് സ്പോട്ടുകളൊക്കെ കണ്ട് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ വഴി പിടിച്ചത്. കൊളുത്തുപുഴയെന്നൊരു 3-4 കിലോമീറ്റർ വരും. ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള വഴിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ കൊള്ളാം, വഴി കൊള്ളാം. അത്ര വലിയ സ്ഥലമാണെന്നും പറയത്തില്ല. കനാല സംഭവം. കനാൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അഥവാ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഈ വഴി വരാം. ഇവൻ വന്നിട്ട് കുറച്ച് നാളായി. ഇപ്പൊ എങ്ങോട്ട് പോകുമ്പോ എങ്ങനെ അറിയത്തില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വഴിയൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടോന്നും അറിയത്തില്ല. ഇവൻ വന്നിട്ട് ഇപ്പൊ കുറെ ആയി. ഞങ്ങളിങ്ങനെ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ നിന്നിട്ട് ബാക്കി വീഡിയോസൊക്കെ കാണാം, സ്പോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ക്വാർട്ടേഴ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ. ക്യാമറ കാണാൻ അറിയത്തില്ല. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ ഭയങ്കര സൈലന്റ് കേട്ടോ. ഇപ്പൊ നമ്മൾ എത്ര വീട് കണ്ടാണ്? ഒരു 10 വീട് കണ്ടാണ്. പിന്നെ എസ്റ്റേറ്റ് ആയി. ഇനി വീണ്ടും കുറെ നേരം വീടുകളൊന്നും ഇല്ലാത്ത വഴി, അത് കഴിഞ്ഞ് വീണ്ടും വീട്, അടുത്തൊരു അമ്പലം. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കോളനി ആയിട്ടായിരിക്കും ഒരു കാണുന്നത്. ഇവിടുത്തെ വഴി കണ്ടോ നിങ്ങൾ? ഭയങ്കര മോശമായിട്ടുള്ള വഴിയാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെയല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പന്ന റോഡുണ്ട്. ഒരു വണ്ടിയൊക്കെ പോകാറുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു പിക്കപ്പ് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഗൈസ്, നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് വഴി തെറ്റി. പക്ഷെ നമ്മളൊരു ചേട്ടനെ കണ്ടുപിടിച്ചു കേട്ടോ. ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് നമ്മൾ വഴി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് എണ്ണപ്പന കേട്ടോ മൊത്തം നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് എണ്ണപ്പനയാണ്. അപ്പോൾ ഞങ്ങൾ എണ്ണപ്പനയൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് വിളക്കുപാറ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ എണ്ണപ്പന, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, വിളക്കുപാറ ഓയിൽ ഫാമൊക്കെ, അതിൻ്റെ ഒരു ബോർഡറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്ര നേരം നമ്മൾ റബ്ബറിന് ഇടയ്ക്കൂടെ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ RP ഇല്ലടാ, അവിടെ മുഴുവൻ റബ്ബറാണ്. നിങ്ങൾ ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മൊത്തം റബ്ബറാണ്. കുറേ നേരം നമ്മൾ എണ്ണപ്പനയുടെ അകത്തൂടെ യാത്ര ചെയ്യണം. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. നല്ല ദാഹമുണ്ട്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നിട്ട്, പക്ഷേ ഇത് നല്ല സ്പോട്ടാണ് കേട്ടോ. ഞങ്ങൾ നിർത്തിയേക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ. ഇവിടുത്തെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്. അങ്ങനെ വേറെ പ്രശ്നങ്ങളോ അലപ്പോ ബഹളമോ ഒന്നുമില്ല. ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ. നിങ്ങൾക്കിപ്പം കേൾക്കുമ്പോൾ മനസ്സിലാവും, വേറെ ഒന്നിൻ്റെയും സൗണ്ടില്ല. കാട്ടിലെ കുറേ കിളികളുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇതല്ല ഡെസ്റ്റിനേഷൻ, ഇനിയുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പോകണമല്ലോ. ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ അക്കുറ്റി എത്തും. അപ്പോൾ എന്തെങ്കിലും ബാക്കി അവിടെ ചെന്നാണ്. അപ്പം നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, അക്വിറ്റി എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അന്യായ വ്യൂ കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത് അല്ലേടാ? ഇതിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത്. ഇവിടുത്തെ അടിയിലോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇത് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല താഴ്ചയുണ്ട് കേട്ടോ. ഇവിടുന്ന് നല്ല താഴ്ചയുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അന്യായ വ്യൂ ആട്ടോ. ഇവിടെ കിടിലൻ വ്യൂ ആണ്. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ബെറ്റർ ഓപ്ഷൻ ആണ്. എന്തായാലും ഇവിടെ നിങ്ങൾ വന്ന് കണ്ടേ പറ്റും, അത്രയ്ക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ നിന്നതിന്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ട്. നമ്മള് ഇവിടെ കിള്ളിലോട്ട് കാണാൻ പറ്റും. അത് ഇത്ര അടുത്താണ് വെള്ളമൊക്കെ. നല്ല വെള്ളമുണ്ട് ഇവിടെ. അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. നടക്കല്ലേ, അത്യാവശ്യം നല്ല താഴ്ചയുണ്ട് ഇതില്. നല്ല അടിയൊഴുക്കും ഉണ്ട്. കനാലിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നല്ല തെളിഞ്ഞടക്കുന്ന വെള്ളം കേട്ടോ. ഞങ്ങൾ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് എന്തോ ഒരു താല്പര്യമില്ല. കാരണം നല്ല ഒഴുക്കുണ്ട്, നല്ല രീതിയിൽ വെള്ളമുണ്ട്. അവിടെ നോക്കിപ്പോണേ. ഞാൻ ഇറങ്ങുന്നില്ല ഐസ്. ഞാൻ ഇറങ്ങിയ എനിക്ക് പേടിയാ. സീൻ കണ്ടോ?
ഇതിൻ്റെ അടിഭാഗമാണ് നമ്മൾ കണ്ട പാലമില്ലേ, ആ പാലത്തിൻ്റെ അടിഭാഗമാണ്. ഇവിടുന്ന് ലീക്കായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട്. എന്തൊക്കെ കുക്കൊക്കെ ചെയ്ത ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ താപ്പോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ കണ്ട് വെള്ളം വീഴുന്നുണ്ടോ? അജു അപ്പുറത്തിന് വെള്ളത്തിൽ കളിയായി. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വെള്ളം അവിടെ നല്ല രീതിയിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വെള്ളം പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അവിടെ നിന്നൊക്കെ വെള്ളം വീഴുന്നുണ്ട്. നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ആ ഒരു ഫീലായിരിക്കും ഇവിടെ നിൽക്കുവാണെങ്കിൽ. പക്ഷെ ഭയങ്കര തണുപ്പാട്ടോ. ഇവിടെ നിൽക്കാൻ നല്ല തണുപ്പുണ്ട്. ഇപ്പം ഇവിടെ ഇറങ്ങി കുളിച്ചു കേട്ടോ. അവിടെ നമ്മൾ നേരത്തെ വെള്ളം കണ്ടില്ലേ, ആ വെള്ളം വീട് കാണിച്ചില്ല. അവിടെ നിന്ന് ഇറങ്ങി അജു ഒരു കുളിയൊക്കെ പാസ്സാക്കി. ഞാൻ കുളിച്ചില്ല. ഇവിടുത്തെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. ഇനിയിപ്പം പോകണം, അതാണ് അടുത്ത പ്ലാൻ. അപ്പോൾ ഗായ്സ് നമ്മൾ വണ്ടി എടുത്ത് എത്തി. ഇനി പുള്ളിക്കാരെ നിൽക്കാൻ വയ്യ, പോവാം. നല്ല വിശപ്പുണ്ട്, പോയേ പറ്റത്തുള്ളൂ. ഏതാണ്ട് കുളിച്ച് കുട്ടവനായിട്ട് ഇവിടെ പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ചൂടെടുക്കുന്നത് അവിടെ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് വേറെ സ്പോട്ടുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.